ചെങ്കടലിൽ ഈജിപ്ത് കപ്പൽ ആക്രമിക്കപ്പെട്ടു. 6 പേർ കൊല്ലപ്പെട്ട വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹൂത്തികളാണ് ആക്രമണം നടത്തിയത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ മീഡിയകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതോടെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷാ വിഷയങ്ങൾ സങ്കീർണമായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഏറെക്കുറെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്നും അതിനനുസരിച്ച് നീക്കുപോക്കുകളാണ് തങ്ങൾ നടത്തുന്നത് എന്നൊക്കെ അമേരിക്ക പറഞ്ഞിരുന്നു. അതൊക്കെ വെറുതെയാണ് എന്നുള്ളത് ഇപ്പോൾ തീർപ്പായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതോടെ ചെങ്കടൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. ഈ മേഖലയിലും അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ വെറുതെ മൗഢ്യമായിരിക്കുന്ന ചിന്ത മാത്രമാണ്. അവരുടെ കപ്പലിനെ പോലും അവർക്ക് സംരക്ഷിക്കാൻ സാധിക്കാത്ത പ്രതിസന്ധി നിലനിൽക്കുന്ന ദേശത്ത് എങ്ങനെയാണ് മറ്റുള്ള കപ്പലുകൾക്ക് സുരക്ഷിതത്വം നൽകുക എന്ന ചോദ്യം പ്രസക്തമായിട്ട് തന്നെ വരുന്നു. സൗദി അറേബ്യ അടക്കമുള്ള കപ്പലിന് നേരെയായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് പരമ്പര തന്നെ ഉണ്ട് എന്നാണ് അന്നത്തെ റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അഥവാ ഈജിപ്തിൻ്റെ കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈജിപ്ത് എന്ന് പറഞ്ഞ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കപ്പലാണ്. അത് ഏത് രാജ്യത്തിൻ്റേതായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും 2 ജീവനക്കാരും 4 വ്യോമ ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചാണ്. 2 പേർക്ക് പരിക്കേറ്റ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വെടികൊണ്ടാണോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം കൊണ്ടാണോ മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാഹചര്യങ്ങൾ സങ്കീർണമായിട്ട് തന്നെ തുടരുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓർമുസ് ആണെങ്കിലും ചെങ്കടലാണെങ്കിലും മാറിയിരിക്കുന്നു. അമേരിക്കയുടെ വീമ്പ് പറച്ചിലൊന്നും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തത്വത്തിലുള്ള പരിഹാരത്തിലേക്ക് എത്തുകയില്ല എന്നുള്ളതും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവരുമായിട്ട് തന്നെ പറഞ്ഞു തീർക്കുന്നിടത്തേക്ക് എത്താതെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകില്ല എന്നുള്ള നിരീക്ഷണത്തിലും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് പാകിസ്ഥാനിൽ വെച്ചിട്ട് പരസ്പരം മധ്യസ്ഥരും ഇറാൻ്റെ ആളുകളും തമ്മിലുള്ള ഈ പരസ്പരമുള്ള ധാരണ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രധാനമായി ചർച്ച നടക്കുന്നത്. ആ വിഷയത്തിൽ ഈ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം അത് അനുകൂലമായ പ്രതികരണമൊന്നുമല്ല. തങ്ങളുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും വ്യത്യസ്തമായിരിക്കുന്ന ഒരു സമീപന രീതികളൊന്നും ഒരു മധ്യസ്ഥ ചർച്ചയിലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചയും ഉണ്ടാവില്ല. അമേരിക്കയുമായുള്ള ചർച്ച, അത് പ്രത്യേകിച്ച് ട്രംപുമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന പുതിയ പ്രസിഡന്റ് 2029 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വരാൻ പോകുന്ന പുതിയ പ്രസിഡന്റുമായിട്ടല്ലാതെ വാക്ക് തെറ്റിക്കുകയും വാക്ക് ലംഘിക്കുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റിൻ്റെ മുഖാമുഖം ഇരുന്നു കൊണ്ടുള്ള ഒരു ചർച്ചയോട് താല്പര്യമില്ല എന്നുള്ള കാര്യം ഇറാൻ്റെ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കടലിലൂടെ പ്രതിസന്ധിയായ സമയത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെങ്കടലുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഹൂത്തികൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമണം നടത്തും എന്നുള്ള വിവരം പറയുകയും അതിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത് സൗദി അറേബ്യയുടെ ഭാഗത്താണ്. സൗദി അറേബ്യയുടെ ഈ യുദ്ധ വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികളുടെ വിമാനത്തെ ആക്രമിച്ചു എന്നുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത്. അവരുടെ തലസ്ഥാനമായിരിക്കുന്ന സെന്നയിലേക്ക് ഇറാനിൽ നിന്ന് പുറപ്പെട്ട വിമാനമായിരുന്നു അത്. വഴിതിരിച്ച് വിട്ടു എന്നോ അല്ലെങ്കിൽ ആകാശത്ത് വെച്ച് ഭീഷണി ഉണ്ടാക്കിയെന്നോ ആ തരത്തിലുള്ള വിഷയങ്ങൾ വന്നതോടുകൂടി ഹൂത്തികളും സൗദി അറേബ്യയും 5-8 വർഷം മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അത്രയും വർഷങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലഹള കൂടുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത രീതിയൊക്കെ സമാധാനമായി അവസാനിച്ചതിൻ്റെ 2ാം ഘട്ടം തുടങ്ങി എന്നുള്ളതാണ്. അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും സൗദി അറേബ്യ തങ്ങളെ ആക്രമിക്കുമെന്നുള്ളത്. അത് ആകാശപാത മാത്രമല്ല, കടൽപാത ഉപരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. പിന്നീടാണ് സൗദി അറേബ്യയുടെ 2 കപ്പലുകൾ ചെങ്കടലിൽ ആക്രമിക്കപ്പെട്ടു. ഒന്ന് ഏകദേശം തകർന്നിരിക്കുന്ന റിപ്പോർട്ടും ഇതോട് പുറത്തു വന്നു. അപ്പോൾ ഹൂത്തികളും സൗദികളും തമ്മിലുള്ള നേരിട്ടുള്ള അംഗം കുറി പിന്നീട് ആരംഭിക്കുകയും ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ആക്രമണങ്ങളും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു.
പിന്നെയാണ് ഇപ്പോൾ ഈജിപ്തിലേക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈജിപ്തിന് നേരെ ഈജിപ്തിൻ്റെ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ആക്രമണത്തോടനുബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെങ്കടൽ സുരക്ഷിതമല്ല, ഓർമ്മ സുരക്ഷിതമല്ല, ബാബുൽ മന്ദബ് സുരക്ഷിതമല്ല. അപ്പോൾ ഏകദേശം 30-35% ലോകാടിസ്ഥാനത്തിലേക്കുള്ള പെട്രോളിയം ഒഴുകുന്ന എല്ലാ റൂട്ട് പാതയും ഇറാൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കില്ലെന്ന് ഇപ്പോൾ അമേരിക്കക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ്. ഇനി ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നൊരു സ്ഥിതി ഇറാനിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്ന് അമേരിക്ക പറയുന്നത്. കാരണം യുദ്ധം ചെയ്ത് അതിജീവിക്കാൻ സാധിക്കില്ല. വലിയ രീതിയിലുള്ള ആയുധങ്ങളുടെ ചോർച്ച നിലവിൽ അമേരിക്കക്കുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന സമയത്ത് ഒരു സൂപ്പർ പവറുള്ള രാജ്യമാണ് എന്നതിനാൽ തന്നെ മറ്റ് ലോകത്തിലെ ശക്തിയുള്ള രാജ്യങ്ങൾ, റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കക്ക് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാവുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അമേരിക്കക്ക് ഉണ്ടാക്കും. പിന്നീട് ലോക പോലീസിൻ്റെ കുപ്പായ അണിഞ്ഞുകൊണ്ട് അങ്ങനെ ഞെളിഞ്ഞിരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള പേടി അമേരിക്കക്കുണ്ട്. അതുകൊണ്ട് ഇറാനുമായിട്ടുള്ള കളി അത്ര ഉചിതമല്ല. 4 രാജ്യത്തെങ്കിലും ഇറാൻ്റെ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. ഒന്ന് ഇറാൻ തന്നെയാണ്. ഇറാനിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് രഹസ്യമായിരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് അവരുടെ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള വിവരം എന്ന് പറഞ്ഞാൽ റഷ്യയിലുണ്ട് എന്നും സിറിയയിലുണ്ട് എന്നും പറയുന്നു. സിറിയയിൽ ഏതായാലും ഇപ്പോൾ ഉണ്ടാവേണ്ട സാധ്യത വളരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഉള്ളത് എന്നതിനാൽ ഇറാൻ്റെ ആയുധങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാധ്യമായിരിക്കില്ല. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏത് തരത്തിലാണ് മുന്നേറുന്നത് ഇറാൻ എന്നതിനെക്കുറിച്ചുള്ള എല്ലാവിധ അന്വേഷണ കാര്യങ്ങളും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരു തലയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെങ്കടലിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികളുമായി വലിയ രീതിയിൽ യുദ്ധം നടത്തിയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മറ്റൊരു സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേ ഹൂത്തികൾ വീണ്ടും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ അതിജീവിക്കുക വലിയ പ്രയാസമാണ് എന്ന് അമേരിക്ക തന്നെ വിലയിരുത്തുകയാണ്. അമേരിക്ക ആ വിഷയങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്, ഏത് തരത്തിൽ അതിജീവിക്കണം എന്നുള്ളത്. ഇപ്പോൾ പ്രധാനമായിരിക്കുന്ന ചെങ്കടലിലെ കക്ഷി എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ 14 രാജ്യങ്ങൾ ചേർത്തുകൊണ്ട് ചെങ്കടൽ സംരക്ഷണ സംവിധാനം എന്ന് പറയുന്ന ഒരു ഏകോപന സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് പല രാജ്യങ്ങളും ഒഴിഞ്ഞു മാറി. അവർ പറയുന്ന കാര്യം, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയം ഉണ്ടാക്കുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഓട്ടോമാറ്റിക്കായിട്ട് തങ്ങളുടെ ശത്രു രാജ്യമായിട്ട് മാറും. ചെങ്കടലാണെങ്കിലും ഹോർമുസ് ആണെങ്കിലും ഈ മേഖല അമേരിക്കയ്ക്ക് ഗുണമുണ്ടാകുന്ന എന്തൊരു പ്രവൃത്തി ചെയ്താലും അത് ഇറാനെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുമായിട്ട് ആയുധം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യുദ്ധക്കപ്പൽ അയച്ചുകൊണ്ടുള്ള ഒരു സഹായങ്ങളൊന്നും സൗദി അറേബ്യക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല എന്നുള്ള കാര്യം കൂടി അവർ യഥാർത്ഥത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രൂപീകരിക്കപ്പെട്ട സംഘം അല്ലെങ്കിൽ സംവിധാനം ഏറെക്കുറെ പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. സൗദി അറേബ്യ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതായിരുന്നാലും ചെങ്കടലിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുന്നു എന്നുള്ളതും ഇവിടെയെല്ലാം അമേരിക്ക ഒന്നുമല്ലാതെ ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അമേരിക്കക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, തങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മാത്രവുമല്ല തയയുന്നു എന്ന് കൂടി പറയുന്നു. ഖത്തറിൽ നിന്ന് അവരവിടെ സൈനിക സംവിധാന കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവിടേക്ക് പോകുന്നത്, ജോർദാനിലേക്ക് പോകുന്നത്. എന്നാൽ ജോർദാനിൽ രക്ഷയുണ്ടോ? ജോർദാനെ കയറിക്കൊണ്ട് ഇറാൻ അറ്റാക്ക് ചെയ്തു എന്ന് മാത്രമല്ല, നാശങ്ങളും നഷ്ടങ്ങളുടെയും കണക്കുകളും മാത്രമാണ് ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്കും പറയാനുള്ളത്. ഈ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നത്. അത് എത്രത്തോളം ഇതിന് ഗൗരവം ഉണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം ഇത് മുന്നോട്ട് ഇറാൻ എത്തിക്കും എന്നതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അതിനനുസരിച്ചുള്ള ബദൽ സംവിധാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമേരിക്ക 100% പരാജയപ്പെടുകയാണ്. ആ പരാജയമാണ് ഇപ്പോൾ അവരുടെ സൈനിക മേഖലയിലും അതോടൊപ്പം തന്നെ സായുധ മേഖലയിലും ആയുധ മേഖലയിലെല്ലാം പ്രതിഫലിക്കുന്നത് എന്നുകൂടി നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.